ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോർട്ട് കേക്ക്, ഡ്രീം കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കേക്കാണിത്. അപ്പോൾ എന്നെ ഇന്ന് സഹായിക്കാനായിട്ട് 2 കുഞ്ഞു കൈകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോർട്ട് കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ തീർന്നു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാലിയായി എന്ന് പറയാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ട്രേ റെഡിയാക്കി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് നമ്മൾ ബട്ടറൊക്കെ പരട്ടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബട്ടർ പേപ്പറും നമുക്കിതിലേക്ക് ഒരു പീസ് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ബൗളിൽ ഒരു മുട്ട എടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ, എന്നാലാണ് കേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വിസ്ക് വെച്ച് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണിത്. നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്ത പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് മെൽറ്റാവും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കറക്റ്റ് അളവാണ് എടുക്കേണ്ടതെല്ലാം തന്നെ, എന്നാലും നമുക്ക് കറക്റ്റ് അളവിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഏകദേശം ഒരു 1/2 കിലോഗ്രാം വരുന്ന കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈരും ഈ പറഞ്ഞതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് പൗഡറൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. അത് ഏകദേശം ഒരു 1/4 കിലോയേ ഉണ്ടാവുള്ളൂ. അതിന് മുകളിലേക്കാണ് ഈ ഒരു ബാക്കി 4 ലെയർ ഫില്ലിങ് വരുന്നത്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കേട്ടോ 1/2 കിലോ വരുന്നത്. ഇനി ഇതെല്ലാം വിസ്ക് വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഇത് എല്ലാം ഡ്രൈ അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു അരിപ്പ എടുക്കാം. അതിലേക്ക് മൈദ ചേർത്ത് 6 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം നമുക്ക് വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം കേട്ടോ. പ്രീഹീറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ നമുക്കൊരു 5 or 10 മിനിറ്റ്സ് നമുക്ക് പ്രീഹീറ്റ് ചെയ്തിടാം. ഇനി ഓവനിലല്ല എങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി വിറകടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലോ അലുമിനിയം പാത്രം വയ്ക്കാം, അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ച് അതിൽ സ്റ്റീൽ റൗണ്ട് ഇറക്കി വെച്ച് അതിൽ വേണം കേക്ക് ട്രേ വെക്കാനായിട്ട്. അതും ഒരു 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കേക്ക് മിക്സ് ഇതാ ഈ ഒരു പരുവത്തിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ലൂസ് അല്ലാത്ത ഒരു പാകം. പക്ഷെ നമുക്കിത് കുറച്ചും കൂടെ നല്ല ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഹോട്ട് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ല ചൂടുവെള്ളം തന്നെയാണ്. ഏകദേശം 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഇനി ഇത് നമുക്ക് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ ആദ്യത്തെ ഇത് നമ്മൾ ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കാണ്. ഇത് കേക്ക് ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവൻ റെഡി ആയി കഴിഞ്ഞെങ്കിൽ ഒട്ടും ചൂട് പോകാതെ തന്നെ നമുക്ക് കേക്ക് ട്രേ ഒന്ന് തട്ടി ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. IFBയുടെ ഓവനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് നമുക്ക് കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി കൺവെൻഷൻ പ്ലസ് മൈക്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് 180 ഡിഗ്രി ആക്കി വെക്കാം. ഇതിലേക്ക് അത് നമുക്ക് ഇനി എത്ര മിനിറ്റ് ആണ്, ഞാൻ ആദ്യം ഒരു 15 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓക്കെ ആയില്ല എങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ 15 മിനിറ്റ്സിൽ 180 ഡിഗ്രിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അത് റെഡി ആവട്ടെ. കേക്ക് ഓവനിൽ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയറിനുള്ളത് പരിപാടി നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ട കെട്ടാതെ വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റുമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 25 ഗ്രാം വീതം രണ്ടും എടുത്താൽ മതി. മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും. ഞാനിവിടെ
മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് അല്ല കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മിൽക്ക് കോമ്പൗണ്ടും പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു ചോക്ലേറ്റും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏത് ചോക്ലേറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും കൂടെ ചേരുമ്പോൾ മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സൂപ്പർ ഫ്രൂട്ട്, അമുലിൻ്റെ സൂപ്പർ ഫ്രൂട്ട് മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്ക് കോമ്പൗണ്ടുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മെൽറ്റായി വരണം, ഈ ചോക്ലേറ്റ് രണ്ടും വിപ്പിംഗ് ക്രീമിൽ കിടന്ന് മെൽറ്റായി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺഫ്ലവർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട കെട്ടാതിരിക്കാനായിട്ട് പതിയെ ഇളക്കി കൊടുക്കാം. ഇനി അത് മെൽറ്റായി വരട്ടെ. ചോക്ലേറ്റ് പതുക്കെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഓവനിൻ്റെ കറക്റ്റ് 15 മിനിറ്റ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കേക്ക് റെഡി ആയോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് ഭാഗമാണ്. അപ്പോൾ കേക്ക് റെഡി. ഇനി അത് തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. അത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇതവിടെ പാനിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. സൂപ്പർ ഫ്രൂട്ടിൻ്റെ ആ ഫ്രൂട്ട്സൊക്കെയാണ് ഇതായി കാണുന്നത്, റെഡ് കളറിൽ കാണുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടി കിട്ടുമെന്ന് മാത്രം. ഇതാകുമ്പോൾ കട്ടി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ലെയറിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് മാറ്റി വയ്ക്കാം. ഈ കേക്കിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് നമുക്ക് സെറ്റാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മെൽറ്റായി ഷുഗർ സിറപ്പായിട്ട് നമുക്ക് കിട്ടണം. ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് തണുക്കട്ടെ. ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് ഫിയോണയുടെ സ്മൂത്ത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാക്കാനായിട്ട് കുറച്ച് മുമ്പേ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ 3rd ലെയർ വരുന്ന വിപ്പിംഗ് ക്രീമാണ് ഇത്. വിപ്പിംഗ് ക്രീം 1/4 കപ്പ് ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 10 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, ഇത് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ എടുത്തപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് അല്ല എടുത്തത്. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കട്ടി കിട്ടുക. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുക ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ. നല്ല ടേസ്റ്റൊക്കെയാണ്, പക്ഷേ ഒരു മുറുക്കം കിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഡയറി മിൽക്ക് ചേർത്താലും പ്രശ്നമില്ല, പക്ഷേ ഡാർക്ക് കോമ്പൗണ്ടാണ്. ഡയറി മിൽക്ക് ഈ പറഞ്ഞ പോലെ ഡബിൾ ബോയിലിംഗ് ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടും നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പാലിലേക്ക് അത് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താലും നമുക്ക് മെൽറ്റായി കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാതിരുന്നാൽ മതി. അത് മെൽറ്റായി വരുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത ആ ഡാർക്ക് കളർ ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറും നല്ല തിക്നെസ്സും കിട്ടും. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ലെയർ വിപ്പിംഗ് ക്രീം അതിനകത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് നോക്കാം. കേക്ക് റെഡിയായി കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റാണ് കേക്കിന്. അപ്പോൾ കേക്ക് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ വിചാരിച്ച് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ വിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല കേക്കിൻ്റെ ബൗളിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അത് നമുക്ക് 100 രൂപ 80 രൂപയ്ക്കൊക്കെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചോറ്റുപാത്രമോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്താലും നമുക്ക് അതിനകത്ത് കേക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന 5-in-1 ടോട്ട് കേക്ക് നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. വീട്ടിലുള്ളവർക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമ്മുടെ ഈ കേക്ക് ട്രേയുടെ ഈ പാത്രം തന്നെ അത് മൂടി വയ്ക്കാൻ അതിനൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ട്രേയുടെ അളവിലുള്ള അതേ ഏതെങ്കിലും ഒരു ചോറ്റുപാത്രം എടുത്താലും നമുക്ക് ഈ പറയുന്ന 5-in-1 ടോട്ട് കേക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക്
ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തണുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് ഞാൻ ആ എടുത്ത അത്രയും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് സമയം വയ്ക്കാം ആ ഷുഗർ സിറപ്പ് മുഴുവനൊന്ന് വലിയാനായിട്ട്. അത് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് ലെയർ വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പം നമ്മൾ റെഡിയാക്കിയതല്ലേ നമ്മുടെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 10 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർന്നത്, അതാണ് ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നമുക്ക് നല്ലതുപോലെ അതിൽ തേച്ച് അതിൻ്റെ എല്ലാ സൈഡിലും പറ്റാൻ പാകത്തിന് ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒരു ഈക്വൽ പോർഷൻ എത്താൻ പോലെയാണ് നമ്മളിതിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ്സും കൊണ്ട് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബദാം ഒരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. പല നാടുകളിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത് മൈദയൊക്കെ ഉപയോഗിക്കുമ്പോൾ പല നാടുകളിലും നല്ലപോലെ നട്ട്സും ബദാമും ഒക്കെ ഇട്ടാണ് ഇതിൻ്റെ ഓരോ ലെയറും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ബദാം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ആദ്യം തന്നെ. എന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇല്ലേ, ആ ചോക്ലേറ്റും കൂടെ, അതായത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ മിൽക്ക് ചോക്ലേറ്റും കൂടെ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ബൗളിൽ മറ്റേ സ്റ്റീൽ പാത്രത്തിലെടുത്താലും മതി. ഈ ബൗൾ നല്ല കട്ടിയുള്ളതായിരിക്കണം കേട്ടോ. ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബദാം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഇതിനും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഡാർക്ക് കോമ്പൗണ്ട് ഇതിനെടുക്കുന്നത് നല്ലത്. എന്നാലാണ് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല കട്ടിയായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കട്ടി കുറവുണ്ടായിരുന്നു. കാരണം അതെടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഡയറി മിൽക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് എടുത്താൽ മതി, കുറച്ചും കൂടെ നല്ല കട്ടിയായിരിക്കും. പിന്നെ അതുപോലെ മധുരം എല്ലാം ഇതിന് ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് നോക്കി അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം വെച്ചാൽ മതി. പിന്നെ ഇതിന് മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ലെയറല്ല, അതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ലെയർ, അതായത് നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ലേ, അതാണ് നമ്മളിനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ 25 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചേർന്നത് ഏറ്റവും ആദ്യം ഉണ്ടാക്കി വെച്ചത്. ഞാനിവിടെ ചേർത്തത് അമുലിൻ്റെ ആ വൈറ്റ് ക്രീം ആയിരുന്നല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഇതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഒരേ ലെവലിൽ ഒന്ന് പരത്തി വെച്ച്, ഈ ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും അവസാനത്തെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചേർക്കുന്നത്, ഏറ്റവും ഡാർക്ക് കോമ്പൗണ്ട് മാത്രം, ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ചേർക്കുന്നത് മാത്രം മാറിപ്പോകാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഇത് അടച്ചു വെച്ച് നമുക്കിതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 5 മിനിറ്റ്സ് വെച്ച് കൊടുത്തു. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മൾ ബദാമൊക്കെ ഇട്ട് വെച്ച നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റില്ലേ, അത് ഇതിന് മുകളിലേക്കാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ല സെറ്റായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് വേണ്ടത്. എന്നാലാണ് നല്ല കട്ടിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വൈറ്റ് കളറൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ബദാം എല്ലാം വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരികരിപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബദാമിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടി. ഇനി ബദാമൊന്നും ഇല്ലാത്തവർ ബദാം ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ചേർത്താൽ മതി, സെറ്റായി കിട്ടും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ പരത്തി എല്ലാ സൈഡും കറക്റ്റാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 5 മിനിറ്റ്സ് വീതം ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മാത്രമാണ് കേട്ടോ എല്ലാം നമുക്ക് ലെയർ സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിനോട് ചേർന്ന് പോകും ഓരോ ലെയറും. അപ്പോൾ ഇതും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേഗം എടുക്കാം. അപ്പോൾ നമ്മുടെ 4th ലെയറും നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മൾ 5th ലെയർ വരാൻ പോകുന്നത്. അത് ചോക്ലേറ്റിൻ്റെ പൊടിയാണ്. നല്ല ഡാർക്ക് ചോക്ലേറ്റ് പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതെല്ലാം തന്നെ നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വാങ്ങിയാലാണ് നമ്മുടെ കേക്കിന് നല്ല ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു അരിപ്പ എടുത്തിട്ട് അതിനുള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തരിയായിട്ട് അതിൻ്റെ മുകളിലേക്ക് വീഴും. ഇതാണ് ഈ കേക്കിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് കാണുമ്പോഴാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അതല്ല ഈ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങനെ കഴിച്ചാലും തന്നെ കുഴപ്പമില്ല.
അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്താലും മതി. നമ്മുടെ 5 in 1 ടോട്ട് കേക്ക്, ഡ്രീം കേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2 പേര് തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. കാരണം നമ്മുടെ വീട്ടിലും സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്ന് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും നല്ല സൂപ്പർ റെസിപ്പീസുമായിട്ട് കാണാം. ബൈ. They tell me that I'm never gonna make it. They want me to do something that could make